ബ്രസീലിന്റെ സുൽത്താനായ നെയ്മർ ജൂനിയറെ കുറിച്ച് പല ഫുട്ബോളിന്റെ ഇതിഹാസങ്ങളെ എസ്പെഷ്യലി ബ്രസീലിന്റെ പ്ലേയേഴ്സും ബ്രസീലിയൻ ഇതിഹാസങ്ങളും പറഞ്ഞ കോട്ടുകൾ നമ്മൾ വീഡിയോയ്ക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസമായ നമ്മുടെ ജിയാൻ ലൂജി ബഫൺ നെയ്മറിനെ പറ്റി പറഞ്ഞ ഒരു കോട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാൽ, ഐ പ്ലേഡ് വിത്ത് 3 ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ്. 3 ജനറേഷൻ പ്ലേയേഴ്സിന്റെ ഒപ്പം ഞാൻ കളിച്ചിട്ടുണ്ട്. സിദാൻ, റൊണാൾഡോ, ഫിനാമിനോ, മെസ്സി. ഈ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇനിയസ്റ്റ, അതായത് ആ സിദാന്റെ കാലഘട്ടം, പിന്നെ ഒരു റൊണാൾഡോ, ഫിനോമിനോ, മെസ്സി, റൊണാൾഡോ, ഇനിയസ്റ്റ ഇവർക്കൊപ്പം കളിച്ചിട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് വൺ ഐ ഫേസ്ഡ്, ഐ ചൂസ് നെയ്മർ. ഇനി ഇവരൊക്കെ ഞാൻ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആദ്യമെന്ന്, ഞാൻ നേരിട്ടത് വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആദ്യമെന്ന് ചോദിച്ചാൽ അത് നെയ്മർ ജൂനിയർ ആയിരിക്കും. ഇതിൽ നോക്കി കാണേണ്ട വസ്തു എന്താ വെച്ചാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ബൈസിക്കിൾ കിക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബഫണെതിരെ നേടിയ ഒരു ഐക്കോണിക് ഗോള്. പക്ഷെ നമ്മുടെ നെയ്മർ ബഫണെതിരെയും കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഫണിനൊപ്പം പുള്ളിക്കാരി ഒരു വർഷം തന്നെ PSG കളിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ബഫൺ പറഞ്ഞത് നെയ്മർ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ബാലൻഡിയറൊക്കെ നേടാനുള്ള ആ ഒരു എന്താ പറയാ, അങ്ങനത്തെ നേടാൻ പറ്റുന്ന താരമാണ് നെയ്മർ എന്നാണ്. പക്ഷെ നമുക്കറിയാം നെയ്മറിന്റെ ലിമിറ്റേഷൻസ്, ഇഞ്ചുറി, കാര്യങ്ങൾ, ഫിസിക്ക്. അപ്പൊ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഒരുപക്ഷെ നെയ്മറിന്റെ ഒരു കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഫൺ പറഞ്ഞതുപോലെ ഒരു 3-4 ബാലൻഡിയർ എങ്കിലും നെയ്മറിനെ നേടാൻ സാധിച്ചിരുന്നു എന്നതാണ്. അതായത് അങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ മെസ്സി റൊണാൾഡോ ഏറ 2023 മെസ്സി ലാസ്റ്റ് ഇതാക്കിയത്, ബാലൻഡിയർ വിൻ ചെയ്ത്. ആ സമയത്ത് പോലും നെയ്മർ 32 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെയും ഒരു അത്യാവശ്യം ഫിസിക്ക് കാര്യങ്ങൾ, യൂറോപ്പിലൊക്കെ നെയ്മർ നല്ല രീതിയിൽ കളിച്ച് ഒരു മെസ്സി റൊണാൾഡോ ഒക്കെ കളിച്ച് മാറ്റി 36-37 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ ഒരു 3-4 കൊല്ലം പാടൊക്കെ യൂറോപ്പിൽ കളിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബാലൻഡിയറെങ്കിലും നെയ്മറിന് ഈ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയറിന് പരിക്ക് കാര്യങ്ങളില്ലെങ്കിൽ തീർച്ചയായും നേടാൻ സാധിച്ചിരുന്നു. പക്ഷെ നെയ്മറാണ്, നമ്മൾ ഫുട്ബോളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തത് പലതും അദ്ദേഹത്തിന്റെ കരിയറിൽ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്സ് കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.